أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وعرضنا جهنم يومئذ للكافرين عرضا الذين كانت أعينهم في غطاء عن ذكري وكانوا لا يستطيعون سمعا أفحسب الذين كفروا أن يتخذوا عبادي من دوني أولياء إنا أعتدنا جهنم للكافرين نزلا قل هل ننبئكم بالأخسرين أعمالا الذين ضل سعيهم في الحياة الدنيا وهم يحسبون أنهم يحسنون صنعا സദഖല്ലാഹുൽ അദീം. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ കഹ്ഫ് അഥവാ ഗുഹ, അതിലെ 100 മുതൽ 103 കൂടി ആയത്തുകളാണ് ഓതി വെച്ചത്. അർത്ഥം ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅറദ്നാ ജഹന്നമ യൗമഇദിൻ ലിൽ കാഫിരീന അർളാ. വഅറദ്നാ ജഹന്നമ, നരകത്തെ നാം പ്രദർശിപ്പിക്കും. യൗമഇദിൻ, അന്നത്തെ ദിവസം. ലിൽ കാഫിരീന, സത്യനിഷേധികൾക്ക്. അർളൻ, ഒരു പ്രദർശനം. അന്നത്തെ ദിവസം സത്യനിഷേധികൾക്ക് നരകം പ്രദർശിപ്പിക്കും. അല്ലദീന കാനത്ത് അയ്യുനുഹും, അതായത് അവരുടെ കണ്ണുകൾ ആയിരുന്നു. ഫീ ഗൈതാഇൻ, ഒരു മൂടിക്കുള്ളിൽ. അൻ ദിക്രി, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ, നമ്മുടെ തെളിവുകൾ ഗ്രഹിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ തെളിവുകളൊക്കെ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളൊക്കെ ഗ്രഹിക്കാതിരിക്കാൻ വേണ്ടി അവരുടെ കണ്ണുകൾ ഒരു മൂടിക്കുള്ളിലായിരുന്നു. വക്കാനു ലാ യസ്തതിഊന സംഅ, അവർക്ക് കേൾക്കാനും സാധ്യമല്ലായിരുന്നു. അവർക്ക് കേൾക്കാനും സാധ്യമല്ലായിരുന്നു. അഫഹസിബല്ലദീന കഫറു, സത്യനിഷേധികൾ, അവിശ്വാസികളായ ആളുകൾ വിചാരിക്കുന്നുണ്ടോ അയ്യത്തഹദു ഇബാദി, എൻ്റെ അടിമകളെ സ്വീകരിക്കാമെന്ന്. മിൻ ദൂനി, എന്നെ കൂടാതെ ഔലിയാ, കൈകാര്യകർത്താക്കളായി. എന്നെ കൂടാതെ എൻ്റെ ദാസന്മാരെ രക്ഷാകർത്താക്കളായി സ്വീകരിക്കാൻ അവിശ്വാസികൾ വിചാരിക്കുന്നുണ്ടോ? ഇന്ന അഅതദ്നാ ജഹന്നമ, തീർച്ചയായും നാം നരകം ഒരുക്കി വച്ചിരിക്കുന്നു. ലിൽ കാഫിരീന, സത്യനിഷേധികൾക്ക്. നുസ്ല, ഒരു വരവേൽപ്പായിട്ട്, ഒരു സൽക്കാരമായിട്ട്. നരകം സത്യനിഷേധികൾക്ക് ഒരു സൽക്കാരം പോലെ നാം ഒരുക്കി വച്ചിരിക്കുന്നു. കൊൽ, നബിയെ താങ്കൾ പറയുക. ഹൽ നുനബ്ബിയുക്കും, നാം താങ്കൾക്ക് പറഞ്ഞു തരട്ടെയോ? ബിൽ അഖ്സരീന അഅമാല, പ്രവർത്തനങ്ങളെല്ലാം നഷ്ടപ്പെട്ടവരെ സംബന്ധിച്ച്. ബിൽ അഖ്സരീന അഅമാല, പ്രവർത്തനങ്ങൾ നഷ്ടപ്പെട്ടവരെ സംബന്ധിച്ച് നാം താങ്കൾക്ക് പറഞ്ഞു തരട്ടെയോ? അല്ലദീന, യാതൊരു കൂട്ടരാണവർ. ലല്ല സഈഹും ഫിൽ ഹയാത്തി ദുനിയ, ഈ ലോകത്ത് അവരുടെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ പാഴിലായിപ്പോയി. ഐഹിക ജീവിതത്തിലെ തങ്ങളുടെ പ്രയത്നങ്ങളൊക്കെ പിഴച്ചുപോയി. അങ്ങനെയുള്ളവരാണ് അവർ.
വഹും യഹ്സബൂന, എന്നാൽ അവർ വിചാരിക്കുന്നതോ അന്നഹും യുഹ്സിനൂന സുൻഅ, അവർ നല്ല പ്രവർത്തനങ്ങൾ തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ്. ഐഹിക ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നഷ്ടപ്പെട്ടു. അതോടൊപ്പം അവർ വിചാരിക്കുന്നത് തങ്ങൾ പ്രവർത്തിക്കുന്നതൊക്കെ വളരെ നല്ലതാണ് എന്നാണ്. കഴിഞ്ഞ ആയത്തിൽ യജൂജ് മൗജൂജിൽപ്പെട്ട ആളുകൾ വീണ്ടും ഇവിടെ ബാക്കിയാകാമെന്നും സമുദ്രത്തിൽ തിരമാലകളെപ്പോലെ അവർ കുതിച്ച് കയറി വരുമെന്നും സൂചിപ്പിക്കുകയുണ്ടായി. ഇവിടെ ഈ ആയത്തിൽ വഅറദ്ന ജഹന്നമ യൗമൈദിൽ കാഫിരിന അറല്ല, സത്യനിഷേധികൾക്ക് നരകം നാം ഒരു പ്രദർശിപ്പിച്ചു കൊടുക്കും. സത്യനിഷേധികളെ ഒന്നുകൂടി ചെറുതാക്കാൻ വേണ്ടി, അവരുടെ പ്രവർത്തനങ്ങൾ എത്രമാത്രം നിഷ്ഫലമായിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചതുകൊണ്ട് തന്നെ നിഷേധികളായ ആൾക്കാർക്ക് പ്രത്യേകിച്ച് നരകം ഒന്നുകൂടി പ്രദർശിപ്പിക്കും. അതിന് കാരണം അല്ലദീന കാനത്ത് അയ്യുനുഹും ഫീ ഗിതാഇൻ അൻ ദിക്രി, നമ്മുടെ ഉത്ബോധനങ്ങളെ കാണാതിരിക്കാൻ വേണ്ടി കണ്ണുകൾ മൂടി വെച്ച ആളുകളായിരുന്നു അവർ. സത്യം സത്യമായിട്ട് അംഗീകരിക്കാൻ തയ്യാറായില്ല, അത് കാണാൻ തയ്യാറായില്ല അവർ. അതേപോലെ തന്നെ വക്കാനൂല യസ്തതിയൂന സമഅ, അവർക്കൊന്നും കേൾക്കാനും പറ്റിയില്ല. നല്ലതൊരിക്കലും അവരാരും കേട്ടില്ല, നല്ലതൊന്നും ഒരിക്കലും കാണുകയും ചെയ്തില്ല. അതുകൊണ്ടാണ് ഈ രൂപത്തിൽ നരകം സത്യനിഷേധികൾക്ക് പ്രദർശിപ്പിക്കുന്നത്. എന്നിട്ട് അല്ലാഹു ചോദിക്കുകയാണ്, അഫ ഹസിബല്ലദീന കഫറു, സത്യനിഷേധികൾ വിചാരിക്കുന്നുണ്ടോ അയ്യത്തഖദു ഇബാദി, നമ്മുടെ അടിമകളെ സ്വീകരിക്കാമെന്ന്, മിന്ദൂനി, നമ്മെ കൂടാതെ ഔലിയാ, രക്ഷകർത്താക്കളായിട്ട്, നമ്മളല്ലാതെ അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ അള്ളാഹുവിന് പുറമെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ കൈകാര്യകർത്താക്കളായി, രക്ഷകർത്താക്കളായി സ്വീകരിക്കാമെന്ന് സത്യനിഷേധത്തിൽ വ്യാമോഹിക്കുന്നുണ്ടോ? അള്ളാഹു അല്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാം അള്ളാഹുവിൻ്റെ സച്ചരിതരായ അടിമകളാകാം, അള്ളാഹുവിൻ്റെ സൃഷ്ടികളാവാം, ഇങ്ങനെയുള്ള ആളുകളെയാണ്. അപ്പോൾ അത്തരം ആളുകളെ വിളിച്ചിട്ട് അള്ളാഹുവിൻ്റെ എതിരിൽ അള്ളാഹു പോരാഞ്ഞിട്ട് അവർ ഇത്തരം ആളുകളെ വിളിച്ചിട്ട് അവരുടെ സംരക്ഷകരായിട്ട്, കൈകാര്യകർത്താക്കളായിട്ട്, രക്ഷകർത്താക്കളായിട്ട് സ്വീകരിക്കുകയാണോ? ഭീഷണി സ്വരത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതൊരിക്കലും തന്നെ വിജയിക്കാൻ പോകുന്നില്ല എന്ന സൂചന. ഇന്ന അഅ്തദ്നാ ജഹന്നമ ലിൽ കാഫിരീന നുസുല, കാഫിറുകൾക്ക് ഒരു സൽക്കാരം പോലെയാണെന്നാണ്. അവരെ അധിക്ഷേപിച്ചുകൊണ്ട്, പരിഹസിച്ചുകൊണ്ട് തന്നെയാണ് ഇത് പറയുന്നത്. സത്യനിഷേധികളായ ആളുകൾക്ക് ഒരു സൽക്കാരമായിട്ടാണ് നരകം നൽകുന്നത്. എന്നിട്ട് ഒന്നുകൂടി അള്ളാഹു സുബ്ഹാനഹു വ തആല വെളിപ്പെടുത്തുന്നു. ഖുൽ, നബിയെ താങ്കൾ പറയുക, ഹൽ നുനബ്ബിയുക്കും ബിൽ അഖ്സരീന അഅമാല, ഏറ്റവും നഷ്ടപ്പെട്ട പ്രവർത്തനങ്ങൾ, ഏറ്റവും നഷ്ടപ്പെട്ട ആളുകളെക്കുറിച്ച് നാം താങ്കൾക്ക് അറിയിച്ചു തരട്ടെയോ? അവരെന്ന് പറഞ്ഞാൽ അല്ലദീന ലല്ല സഅയ്യുഹും ഫിൽ ഹയാത്തി ദുനിയ, ഇഹലോകത്ത് എല്ലാ പ്രവർത്തനങ്ങളും പിഴച്ച രൂപത്തിൽ ചെയ്ത ആളുകളാണ്. ഇഹലോകത്ത് പിഴച്ച പ്രവർത്തനം ചെയ്തു എന്ന് മാത്രമല്ല, വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻഅ, അവർ ചെയ്യുന്നത് വളരെ നല്ലതാണ് എന്ന വിചാരത്തിലാണ് അവരുള്ളത്. എല്ലാ തരത്തിലുള്ള വഴികേടുകളും നിഷിദ്ധമായ കാര്യങ്ങളും, ചെയ്യാൻ പാടില്ലാത്തതും ചെയ്യുക, അതേസമയം ഞങ്ങൾ ചെയ്യുന്നതൊക്കെ വളരെ മികച്ചതാണ് എന്ന് വിചാരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുക. അവരാണ്
മൊത്തമായിട്ട് നശിച്ചു പോയ, നഷ്ടപ്പെട്ടു പോയ, മുഴുവൻ നഷ്ടപ്പെട്ട ആളുകൾ എന്ന് പറഞ്ഞാൽ ഇവരാണ് എന്ന് അള്ളാഹു പരിചയപ്പെടുത്തുന്നത്. നമ്മൾ ഓരോ കാൽവെപ്പും ഓരോ പ്രവർത്തനവും സത്യത്തിൻ്റെതായി മാറ്റാൻ നമ്മൾ ശ്രമിക്കണം. ന്യായവും നീതിയുമായിരിക്കണം നമ്മിൽ നിന്നുണ്ടാവേണ്ടത്. നമുക്ക് ബോധ്യപ്പെട്ട സത്യങ്ങൾ മാത്രമായിരിക്കണം നാം ചെയ്യേണ്ടത്. അങ്ങനെ ന്യായവും യാഥാർത്ഥ്യവും നമ്മുടെ നിത്യജീവിതത്തിൽ നിഴലിച്ച് കാണുന്ന അവസ്ഥ ഉണ്ടാക്കി തീർക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കട്ടെ. വാ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.